ശരിയാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലൂടെയും കടന്നുപോയ നവകേരള സദസ്സിനെതിരെ നിരവധി പരാതികൾ, നിരവധി പ്രതിഷേധങ്ങൾ, നിരവധി പ്രക്ഷോഭങ്ങൾ ഒക്കെ നടക്കുകയുണ്ടായി. ഒരുപാടിടത്ത് കരിങ്കൊടി പ്രതിഷേധങ്ങൾ വരുന്നു, നിരവധിയിടത്ത് നവകേരള സദസ്സ് ദൂർത്താണെന്നുള്ള പ്രതിഷേധം ഉയരുന്നു. ജനങ്ങളിൽ പലർക്കും ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട നിരവധി പ്രതിഷേധങ്ങൾ ഉയരുന്നു. നവകേരള സദസ്സിനോട് എതിരഭിപ്രായമുള്ളവർ ഉയരുന്നു. നവകേരള സദസ്സിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, ആ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരംഗമായി നിലനിൽക്കുകയാണ്. നിരവധി ട്രോളുകൾ ഉയരുന്നു, നിരവധി പ്രതിഷേധങ്ങൾ ഉയരുന്നു, നിരവധി പരിഹാസങ്ങൾ ഉയരുന്നു. ദോഷൈക ദൃഷ്ടി എന്ന് പറയാറുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ നിലവിൽ ഇപ്പോൾ അങ്ങനെയാണ്. അതായത് ഒരു കാര്യം ദോഷകരമാണ് എന്ന് തോന്നിയാൽ പിന്നെ അതിലെ എല്ലാ ഘടകങ്ങളും ദോഷമാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലൊരു മുൻധാരണയോടുകൂടി ആ വാർത്ത ചെയ്യുന്നു. അങ്ങനെയാണ് നിലവിലത്തെ കേരളത്തിലെ മാധ്യമങ്ങളെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ നിരവധി പ്രതിഷേധങ്ങൾക്കിടയിൽ, നിരവധി പരാതികൾക്കിടയിൽ ഇങ്ങനെ പറയാൻ കാരണം നവകേരള സദസ്സിൽ വന്ന ഒരു പരാതിയാണ്. ആ പരാതിയുടെ പുറത്ത് വന്ന ഒരു വാർത്തയാണ്. വാർത്ത സർക്കാർ കുറച്ചു കൊടുത്ത കുടിശ്ശിക തുകയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ രാജൻ പറഞ്ഞ വിവരങ്ങളിലേക്ക് പോകാം. കഴിഞ്ഞ കുറേ കാലമായി ഒരു ജോലിയുമില്ലാതെ നടക്കുന്ന അഭ്യസ്തവിദ്യനായ ചെറുപ്പക്കാരനാണ് ഞാൻ. എനിക്കൊരു ജോലി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി ഉന്നയിച്ച ആളുകളുണ്ട്. അവർക്ക് സർക്കാരിന് ലഭ്യമാകുന്ന എല്ലാ പരാതികൾക്കും മറുപടി ഉണ്ടാകും. ബന്ധപ്പെട്ടവർക്ക് അത് ബോധ്യമാകാവുന്ന വിധത്തിലെത്തിക്കും. ചെയ്യാവുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ലതുപോലെ ചെയ്യും. അതിന് ചീഫ് സെക്രട്ടറി തന്നെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ട്. അങ്ങനെ ഒരു വാക്കേ ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ അത് തന്നെയാണ് യാഥാർത്ഥ്യവും. ആദ്യത്തെ ദിവസം 17-ാം തീയതി മുതൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ, ഞങ്ങളിപ്പോൾ പ്രോഗ്രസ് കാർഡ് എല്ലാ വർഷവും പുറത്തിറക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. പ്രകടന പത്രികയിൽ നടത്തിയത് എത്രമാത്രം നടപ്പിലാക്കിയെന്ന് ആത്മപരിശോധന നടത്തി ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പത്രമാധ്യമങ്ങളും ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവുക. 17-ാം തീയതി മുതൽ നമ്മുടെ മുമ്പിൽ വന്ന ആരോപണങ്ങളിൽ എത്ര എണ്ണം ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് ഉന്നയിച്ചവരും ഉന്നയിച്ചത് കുറച്ചുകൂടി ലൗഡ് സ്പീക്കറുടെ ശബ്ദത്തോടെ പ്രസിദ്ധീകരിച്ചവരും ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ബാക്കിയുള്ള നമുക്ക് ഒരുമിച്ചിരുന്ന് കൂട്ടാം. 18-ാം തീയതി നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ എന്തായിരുന്നു ആരോപണം? ഇതൊരു ആഡംബര ബസ്. ഞാനതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. എനിക്ക് സങ്കടമായൊരു കാര്യം, ബന്ധപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ തന്നെയുണ്ട്. അത് വഴിയിൽ വെച്ചിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഏറ്റവും നല്ല ദേശീയ ഹൈവേ പൂർത്തീകരിച്ച സ്ഥലത്തുനിന്ന് നമുക്ക് ഇറങ്ങണം. വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് ഫ്ലാഷ് ന്യൂസ് വന്നില്ലേ, വണ്ടിക്ക് ആഡംബര ബസ് ആദ്യ ദിവസം തന്നെ പുറത്ത് കയറാൻ പോകുന്നു, ഇത് നിൽക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ സ്ഥലം ഒന്ന് കണ്ടിട്ട് തിരിച്ച് ഇതേ വണ്ടിയിൽ തന്നെ കയറി പോകും. ഭാഗ്യത്തിന് വണ്ടിക്കൊക്കെ കേടെപ്പോഴും ഉണ്ടാകാം. ഭാഗ്യത്തിന് അവസാന നിമിഷം വരെ ആ വണ്ടി കേടാവാതെ പോയി. അല്ലെങ്കിൽ കേടായാൽ പിന്നെ അതുകൂടി ഒരു വാർത്തയ്ക്ക് ഇടം വരുത്തുമായിരുന്നു. പിന്നെ ഉന്നയിച്ചത് പൗരപ്രമുഖർ ഏതോ വിധത്തിൽ കാശ് പിരിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ്. എല്ലായിടങ്ങളിലും അവസാനത്തെ ദിവസം വന്നെത്തിയ പാങ്ങോട്, ഊര്, മൂപ്പത്തി ഉൾപ്പെടെ എല്ലാ ഘട്ടത്തിലും കേരളത്തിൻ്റെ തുടർച്ചയായ പരിച്ഛേദം അതിനകത്തുണ്ടായിരുന്നു. അത് ബോധ്യപ്പെട്ടപ്പോൾ ആരോപണത്തിൽ നിന്ന് പോയി. അങ്ങനെ ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടും ഉന്നയിക്കുക സാധാരണ നിലയിൽ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. പക്ഷേ പ്രതിപക്ഷം പറയാൻ ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിൽ ആകെ ലഭിച്ച പരാതികളുടെ എണ്ണം 6,12,167 ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് മലപ്പുറത്താണ്, 81,354 പരാതികൾ. കൊല്ലത്ത് 50,938 പരാതികൾ. പത്തനംതിട്ടയിൽ 23,670 പരാതികൾ. ആലപ്പുഴയിൽ 53,044 പരാതികൾ. തൃശൂരിൽ 54,260 പരാതികൾ. കോട്ടയത്ത് 42,656 പരാതികൾ. ഇടുക്കിയിൽ 42,234 പരാതികൾ. കോഴിക്കോട് 45,897 പരാതികൾ. കണ്ണൂർ 28,803 പരാതികൾ. കാസർഗോഡ് 14,704 പരാതികൾ. വയനാട് 20,388 പരാതികൾ. അങ്ങനെ നിരവധി പരാതികൾക്കിടയിൽ ശ്രദ്ധേയമായി സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായി ഒക്കെ മാറിയ ഈ പരാതിയെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദോഷൈക ദൃഷ്ടി എന്ന തരത്തിലേക്ക് വാർത്തകളെ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് മാധ്യമങ്ങൾ എന്ന് പറയേണ്ടി വരുന്നു. നിയമപരമല്ലാത്ത തരത്തിലേക്ക് എങ്ങനെയാണ് ഒരു ഇളവ് നൽകുവാൻ സാധിക്കുക എന്നത് പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. പരാതി നൽകിയ വ്യക്തിക്ക് നിയമാനുസൃതം അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഇളവെന്ന് പറയുന്നത് ആ ചെറിയൊരു തുകയാണ്. അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് സർക്കാർ തുകയിൽ ഇളവ് നൽകുക? അപ്പോൾ അതിന്റെ പുറകിലുള്ള നിയമവശങ്ങളെ പറ്റി ചിന്തിക്കാതെ ഇത്ര ലക്ഷം രൂപയ്ക്ക് ആകെ ഇളവ് നൽകിയത് ഇത്ര 500 രൂപയിൽ അടങ്ങുന്ന ഒരു തുകയാണെന്ന തരത്തിലേക്ക് വാർത്തകൾ കൊടുക്കുമ്പോൾ റേറ്റിംഗ് എന്നുള്ളത് മാത്രം ചിന്തിക്കാതെ അതിനപ്പുറത്തേക്ക് എന്താണ് അതിന്റെ നിയമവശങ്ങളെന്ന് ചിന്തിക്കേണ്ടത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ്.
ഇനി നവകേരള സദസ്സിൽ നടക്കുന്നതെല്ലാം അഴിമതിയാണ്, അക്രമമാണ്, അല്ലെങ്കിൽ അത് ജനവിരുദ്ധപരമാണ് ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലായിരിക്കാം. പക്ഷേ അതിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും മോശമാണെന്നും അല്ലെങ്കിൽ അതിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും ഗുണമാണെന്നും എന്ന തരത്തിലേക്ക് കൊടുക്കരുത്. അതിൽ മോശപ്പെട്ട കാര്യങ്ങൾ മോശമാണെന്നും നല്ല കാര്യങ്ങൾ നല്ലതാണെന്നും കൃത്യതയോടുകൂടി വാർത്തകൾ കൊടുക്കുവാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. കണക്കുകൾ എണ്ണമിട്ട് വെളിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയുടെ ആഡംബര സദസ്സിൽ 3,97,731 രൂപയുടെ വായ്പയുടെ ഇളവ് ചെയ്യാൻ കൊടുത്ത അപേക്ഷകന് 515 രൂപ ഇളവ് നൽകി. സദസ്സിൽ പോകാൻ ഓട്ടോ കൂലി 150, അപേക്ഷകൾ ഫോട്ടോസ്റ്റാറ്റ് 50, ഉച്ചവരെ കാത്തുനിന്നപ്പോൾ ചായ കടി 30, കുപ്പിവെള്ളം 15, ആകെ 245, ലാഭം 270. ആ പൈസക്കിനിയും ഒരു ഫ്ലാറ്റും ഒരു കാറും കൂടി വാങ്ങണം. ശരിയായിരിക്കാം, ആ സാധാരണക്കാരനായ ചെറുപ്പക്കാരന് 3 ലക്ഷം രൂപയിൽ ഇളവ് നൽകിയത് ആകെ 515 രൂപയായിരിക്കാം. പക്ഷേ നിയമാടിസ്ഥാനത്തിൽ നിയമപരമല്ലാതെ എങ്ങനെയാണ് സർക്കാരിന് അത്തരത്തിലൊരു ഇളവ് നൽകുവാൻ സാധിക്കുക? നവകേരള സദസ്സിലേക്ക് കൊടുക്കുന്ന പരാതികളിലെല്ലാം നിയമാനുസൃതമായി കൈയഴിച്ച് സഹായിക്കാൻ കഴിയില്ലല്ലോ. അതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളും മന്ത്രി നൽകിയതുമാണ്. എന്തായാലും വാർത്തകളെ അതിന്റെ എല്ലാ കോണും പരിശോധിച്ചതിന് ശേഷം ഉൾക്കൊള്ളുവാൻ ശ്രമിക്കണം നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ.